എന്താണ് നമ്മുടെ ഈ ടീം UDFന്റെ വിജയം? നമ്മുടെ കോങ്ങാട് എത്തിയിരിക്കുന്നു, തിരിച്ചു പിടിച്ചിരിക്കുന്നു, എന്താ പറയാനുള്ളത്? ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് കോങ്ങാടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള വോട്ടർമാരോടാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിൽ അവിടെ ചെന്നിറങ്ങിയ സമയം മുതൽ വലിയ പിന്തുണയാണ് കോങ്ങാടിലെ ജനങ്ങൾ എന്നോട് കാണിച്ചത്. ഞാൻ ആ സ്ഥാനാർത്ഥിയായിരിക്കുന്ന സമയത്ത് എല്ലാവരോടും ഓരോ പോയിന്റിൽ പോയി സംസാരിച്ചപ്പോഴും വീടുകളിൽ കയറി വോട്ട് ചോദിച്ചപ്പോഴും ഒക്കെ അവരോട് പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നോട് കാണിക്കുന്ന സ്നേഹം 10 മടങ്ങായി നല്ല പ്രവർത്തനത്തിലൂടെ തിരിച്ചു നൽകാം എന്നുള്ളതാണ്. അതുതന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കളോടും പ്രവർത്തകരോടുമുള്ള ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കാരണം സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന, മുന്നണിയുടെ അഭ്യർത്ഥന, സ്ഥാനാർത്ഥിക്ക് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എല്ലാ വീടുകളിലേക്കും നേരിട്ട് എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ എനിക്ക് വേണ്ടി അവരെല്ലാവരും ആ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയാണെങ്കിലും മറ്റ് മെറ്റീരിയൽസ് ആണെങ്കിലും നിയോജക മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും ഒക്കെ എത്തിക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ച് കൊടും ചൂടിൽ പണിയെടുത്ത ആളുകളാണ് അവരെല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, UDFന്റെ സംസ്ഥാന നേതൃത്വം, അതുപോലെ തന്നെ പാലക്കാടിൻ്റെ MP, കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് ചിലപ്പോൾ പലതരത്തിലുമുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനത്തെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ടെൻഷനും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പെടുന്ന ഒരു മണ്ഡലം കോങ്ങാട് എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു തരത്തിലും എനിക്ക് അറിയേണ്ടതായിട്ട് വന്നിട്ടില്ല. അദ്ദേഹവും അതുപോലെ തന്നെ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ UDFന്റെ നേതൃത്വവും ഏറ്റവും ശക്തമായി ഏകോപനത്തോടു കൂടി ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ, ദേശീയ നേതൃത്വത്തിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് എൻ്റെ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് ജനങ്ങളെ സമീപിക്കുക, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരം ഇത് ഒരു വീട്ടിലെ അംഗങ്ങൾ എന്നുള്ളതല്ല, ജനങ്ങളോടൊപ്പം അവരുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രതിഫലമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ വിനയാന്വിതരായിട്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും നാടിൻ്റെ പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി ഇരട്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള സന്ദേശം. അത്